الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അല്ലാഹ് മജ്‌ലിസിനെ കബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ജുമുഅ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു താ റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസം നമുക്കെല്ലാവർക്കും ഗുണമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ജുമുഅ ദിവസമാണ്. റമളാന്റെ മൂന്നാമത്തെ ജുമുഅ ദിവസമാണ്. റമളാൻ ഈ കൊല്ലത്തെ റമളാൻ ഒരു ജുമയും കൂടി ഉണ്ട്. അള്ളാഹു നമുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്ഹാബുൽ യമീൻ, സൗഭാഗ്യമുള്ള സ്വർഗത്തിലേക്ക് കടക്കുന്ന അവർക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് നാം പഠിച്ചുകൊണ്ടുവരുന്നത്. ഇനി പറയാൻ പോകുന്നത് സ്വർഗീയ സ്ത്രീകൾ, സ്വർഗീയ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഹൂറുൽ ഐനികളായ പെണ്ണുങ്ങളെ കുറിച്ചിട്ടാണ്. ഇവിടതല്ല, ഇഹലോക നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ നാളെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് പടച്ചു തരും. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെ അള്ളാഹു തല സ്വർഗത്തിൽ നമുക്ക് ഇണകളാക്കി അള്ളാഹു തരും എന്നാണ്. മാത്രമല്ല, നാം മനസ്സിലാക്കിയത് ഏറ്റവും ഖൈറായ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സ്വർഗീയ ഹൂറുൽ ഐനികളാണ്. അല്ല, അവരെയും കവച്ചു വെക്കുന്ന, അവരെക്കാളും ഖൈറായവരാണ് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ സ്വർഗത്തിൽ എത്തിയാൽ. പക്ഷെ സ്വർഗത്തിൽ എത്തണമെങ്കിൽ, ഞങ്ങളും അവരും സ്വർഗത്തിൽ എത്തണമെങ്കിൽ കുറച്ചും പണിയുണ്ട്. ആ സ്വർഗത്തിൽ എത്തിയാൽ അള്ളാഹുവിൻ്റെ സ്വർഗീയ ഹൂറുൽ ഐനികളെക്കാളും വലിയ സ്ഥാനമുള്ളവർ, വലിയ ഖൈറായവർ ദുനിയാവിൻ്റെ സ്ത്രീകൾക്കാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാരെയും ഉമ്മമാരെയും സഹോദരിമാരെയും ഞങ്ങളെയും കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ നമുക്ക് പടച്ചു തരും എന്ന് പറയുമ്പോൾ, ആ ഭാര്യമാർ കടന്നുറങ്ങാനുള്ള സ്വർഗത്തിന്റെ വിരിപ്പിനെ കുറിച്ചും അള്ളാഹു തആല പറഞ്ഞു തരുന്നു. നമ്മുടെ ഭാര്യമാരെ കൂടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന ആ വിരിപ്പ്, ആ കട്ടിലിനെ കുറിച്ചിട്ടും പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമുക്ക് സൂറത്തുൽ വാഖിയിലും അല്ലാത്ത പല സ്ഥലത്തും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, വഫുറുശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അസ്റാബാ. വഫുറുശിൻ മർഫൂഅ, ആ സ്വർഗത്തിന് സൗഭാഗ്യമുള്ള അസ്ഹാബുൽ യമീനിക്ക് അല്ലാഹു തആല നല്ല ഉന്നതമായ വിരിപ്പ് വിരുത്തി കൊടുക്കും. വഫുറുശിൻ മർഫൂഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതമായ നല്ല നിലവാരമുള്ള, ഉന്നത നിലവാരമുള്ള വിരിപ്പുകളെ അല്ലാഹു തആല എന്താക്കും, വിരുത്തി കൊടുക്കും. ഫുർശിൻ മർഫൂഅ ഐ റഫീഅത്തുൽ ഖദർ, നല്ല ഖദറുള്ള, നല്ല ബലമുള്ള, ഉന്നത നിലവാരമുള്ള വിരിപ്പുകളെ അല്ലാഹു തആല വിരിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ മറ്റുള്ള സൂറത്തുൽ ഗാശിയിൽ ഇന്ന് നാം ഓതിയതുപോലെ ഫീഹാ സൂറുൻ മർഫൂഅ, ഉന്നതമായ കട്ടിലുകൾ ആ സ്വർഗത്തിലുണ്ട്.
സൂറത്തുൽ ഗാശിയിൽ ഇന്ന് ആമോദി കേട്ടു, ഫീഹാ സുറുറും മർഫൂഅ. ആ സ്വർഗത്തിന് അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു തആല ഉന്നതമായ കട്ടിലുകൾ അല്ലാഹു തആല എന്താക്കും, പടച്ചു കൊടുക്കും. ഉന്നതമായ ഉയർന്ന കട്ടിലുകൾ എന്താക്കും, പടച്ചു കൊടുക്കും. ഇവിടെ പറഞ്ഞത് ഉന്നതമായ വിരിപ്പ് അല്ലാഹു വിരിത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ ഉന്നതമായ കട്ടിലിൽ ഉയർന്നു നിൽക്കുന്ന ആകാശഭൂമി വണ്ണവലിപ്പമുള്ള കട്ടിലുകൾ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിൽ അല്ലാഹു നല്ല അത്യുന്നതമായ നല്ല വിലമതിച്ച വിരിപ്പിനെന്താക്കും, ആ കട്ടിലിൽ വിരിത്തി കൊടുക്കും. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഫീഹാ സുറുറും മർഫൂഅ. സൂറത്തുൽ ഗാശിയിൽ ആ സ്വർഗത്തിന് എത്രമായ നല്ല ഹൈറ്റുള്ള കട്ടിലുകളുണ്ട്. വഅക്വാബും മൗദൂഅ. നിരത്തി വെച്ച പാനപാത്രങ്ങളുണ്ട്. സ്വർഗീയ അസ്ഹാബുൽ യമീനിക്ക് സ്വർഗത്തിൽ കടന്നവർ കുടിക്കാനുള്ള പാനപാത്രങ്ങൾ അവിടെ എന്താക്കിയിട്ടുണ്ട്, അട്ടിയറ്റായി വെച്ചിട്ടുണ്ട്. വനബാരിക്കും അസ്ഫൂഫാ. സഫുകളായി നിരത്തി വെച്ച തലകാണികൾ ആ സ്വർഗത്തിലുണ്ട്. വസറാബിയ്യ മബ്സൂസാ. മുത്തിനാലുള്ള രത്നത്തിനാലുള്ള വിരിപ്പുകൾ അവിടെ വിരിത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഫീഹാ സുറുറും മർഫൂഅ. ഉയർന്ന കട്ടിലുകളുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു കൂട്ടം മുനാഫിക്കീങ്ങള്, ഒരു കൂട്ടം ആളുമാർ റസൂലുള്ളാഹിന്റെ സ്വഹാബികളടുത്തേക്ക് വരുന്നു. അല്ല മനുഷ്യന്മാർ, നിങ്ങൾ എന്തൊരാള്? ഫീഹാ സുറുറും മർഫൂഅ. ഉന്നതമായ കട്ടിലുകൾ ഉണ്ട് എന്നല്ല പറഞ്ഞത് നിങ്ങൾ നേതാവ്. ആ കട്ടിൽ എനിക്ക് എങ്ങനെ കയറാൻ പറ്റും? 10 എങ്ങനെ? നിങ്ങൾ നല്ല ഹൈറ്റുള്ള കട്ടിലുണ്ടെങ്കിൽ ആ കട്ടിലേക്ക് നീ എങ്ങനെ 10 അല്ലെങ്കിൽ എങ്ങനെയാണ് കയറുന്നത്? ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ നിങ്ങൾ വിശ്വസിച്ചു വരുന്നതാ. ഈ സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ മുനാഫിഖീങ്ങൾ, യഹൂദികൾ, കാഫിരീങ്ങൾ റസൂലുള്ളാഹിയും സ്വഹാബാക്കളെയും പരിഹസിച്ചപ്പോൾ അപ്പോഴാണ് അവർക്ക് ചുറ്റം മറുപടി. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നും കൂടിയാണ്. അവർ ചോദിക്കുന്നു, നിങ്ങളെ നബി എന്ന് പറയുന്ന ആള് നല്ല ആകാശഭൂമിന്റെ വണ്ണവലിപ്പമുള്ള കട്ടിലുണ്ട്. ആ കട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കയറുന്നത്? നിങ്ങളെ ഭാര്യമാറുമായിട്ട് എങ്ങനെയാണ് കടന്നുറങ്ങുന്നത്? നിങ്ങൾക്ക് പ്രയാസമല്ലേ? ഇന്നാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല, കാരണം ലിഫ്റ്റ് ഉണ്ട് അല്ലെ? എത്ര മേലെയാണ് കൊണ്ടുപോകാൻ ലിഫ്റ്റ് ഉണ്ട്. അന്ന് ലിഫ്റ്റ് ഇല്ലാത്ത കാലം. അപ്പോഴാണ് ഖുർആൻ അവർക്ക് ആ സമയത്ത് മറുപടി കൊടുക്കുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്നി കൈഫ ഖുലിഖത്. അവർ നോക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ? ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകങ്ങൾ അല്ലാഹു എങ്ങനെയാണ് പടച്ചത്? വൻതന എങ്ങനെയാണ് അല്ലാഹു തആല പടച്ചത്? അത് നല്ല ഹൈറ്റുള്ള വൻതയാണ്. അതിൽ നിങ്ങൾ വാഹനാക്കിയിട്ട്, അതിനെ വാഹനമാക്കിയിട്ട് നിങ്ങൾ എന്താക്കാറ്? അതിൽ മേലെ വെച്ചിട്ട് കൊണ്ടുപോണ്ടാറ്. നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ സാമാന് അതിന്റെ മേലെ വെച്ചിട്ട് എത്രമാ ദൂരം യാത്ര പോണ്ടാറ്. ആ ഒട്ടകത്തിന്റെ മേലെ നിങ്ങൾ എങ്ങനെ ദഹിക്കോ? ഒട്ടകത്തിന്റെ മേലെ എങ്ങനെയാണ് ദഹിക്കുന്നത്? അതിന്റെ ഒരു സാധനം തുറന്ന ജാഗയുണ്ട്, താഴെ എന്ന് പറയുന്നത്. ആ തുറന്ന ജാഗ വെച്ചെങ്കിൽ അതപ്പം എന്താക്കും, ദഹിക്കും. എത്ര സാമാനും അതിന്റെ മേലെ വെച്ചിട്ട് അത് 10 എങ്ങനെ? അതിന്റെ ഇതുണ്ടല്ലേ, മുഖം ഉണ്ടല്ലേ, അത് ബാലൻസ് ഉള്ള അവിടെ അതിന് ഭൂമിക്ക് കുത്തിയിട്ട് അതെന്താകും, മേലെ നിൽക്കും. അതേപോലെയുള്ള സംവിധാനം അല്ലാഹു ആ കട്ടിലേക്ക് നൽകും. ഈ ചുട്ടം മറുപടി പരിശുദ്ധമായ ഖുർആൻ തിരിച്ചു കൊടുത്തപ്പോൾ അവരെ ബായി ബന്ധായി പോയി. ഉയർന്നു കിടക്കുന്ന എന്തുണ്ട്? കട്ടിലുകളുണ്ട്. ഉയർന്നു കിടക്കുന്ന നല്ല വിലയുള്ള വിരിപ്പുകൾ അവിടെ അവർക്ക് സ്വർഗത്തിലുണ്ട്.
ഒന്നിരിക്കൂല അങ്ങനെ. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൽ അവർക്കുള്ള സ്ത്രീകളുണ്ട്. ഇതുപോലെ നിങ്ങളെ ഭാര്യമാർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. അപ്പൊ അതായിരിക്കാം, അങ്ങനെ അഭിപ്രായമുണ്ട്. ഇതുമാവട്ടെ, നല്ല അത്യുന്നതമായ നല്ല നിലവാരമുള്ള വിരിപ്പുകൾ അവിടെയുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാആ, ഇന്നാ നിശ്ചയം ഞങ്ങളെ, അൻശഅനാഹുന്ന ഇൻശാആ രണ്ടാമത് ആ സ്ത്രീകളെ, ആ പെണ്ണുങ്ങൾ, നിങ്ങളെ ഭാര്യമാരെ അല്ലാഹു തആല പടച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇന്നാ അൻശഅനാഹുന്ന, അവരെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഞങ്ങളെ ഭാര്യമാരെ, സഹോദരിമാരെ ഞങ്ങളാണ് നിങ്ങൾക്ക് പടച്ചു തന്നത്. ദുനിയാവിന്റെ നിങ്ങളെ ഭാര്യമാരെ, ദുനിയാവിന്റെ നിങ്ങളെ സഹോദരിമാരെ ഞങ്ങളെ രണ്ടാമത് എന്താക്കി പടച്ചു തന്നു. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹാ കേട്ടു. ആരാണ് ആ രണ്ടാമത് പടച്ചു തന്നത്? വീണ്ടും നിങ്ങൾ ഉണ്ടാക്കി സൃഷ്ടിച്ചു തന്നല്ലോ, അത് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് മുത്തുനബിയെ എന്ന് ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹാ ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, അവർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഞങ്ങൾ പടച്ചു, അവരെ പടച്ചു എന്ന് പറഞ്ഞാൽ ആരാണ്? ദുനിയാവിന്റെ ലോകത്ത് മരണപ്പെട്ടു പോയ സ്ത്രീകൾ. അവിടെ ഹൂറുൽ വേറെ ആരുമല്ല, അത് ദുനിയാവിന്റെ ലോകത്ത് മരണപ്പെട്ടു പോയ പെണ്ണുങ്ങൾ. അജായിസ, കിളവിയായിട്ട് നിങ്ങളെ ഭാര്യമാർ വയസ്സായിട്ട് മരണപ്പെട്ടു പോയ, സുംതൻ തല നരച്ചിട്ട് മരണപ്പെട്ടു പോയ, റുംസൻ കൺകുഴികളിൽ പീലം നിറഞ്ഞ് മരണപ്പെട്ടു പോയ നിങ്ങളുടെ ആ മരണപ്പെട്ടു പോയ ആ സ്ത്രീകളാണ്. എന്നിട്ട് ഹബീബായ മുത്തുനബി പറഞ്ഞു, ജഅലഹുന്ന അല്ലാഹു തആല ബഅദൽ കിബരി അസ്റാബാ, ആ വയസ്സായി മരിച്ചു പോയ നിങ്ങളെ ഇണകള്, വയസ്സായിട്ട് തലമറിച്ചിട്ട് മരണപ്പെട്ടു പോയ നിങ്ങളെ പെണ്ണുങ്ങളെ, നിങ്ങളെ സ്ത്രീകളെ അല്ലാഹു തആല ആക്കി ബഅദൽ കിബരി, വയസ്സായതിന്റെ സമാക്കി, അസ്റാബാ കന്യകളാക്കി. അതായത് മങ്ങിലാവാത്ത പെൺമക്കളെ പോലെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ആക്കി. അലാ മീലാദിൻ വാഹിദിൻ, ഒരേ വയസ്സുള്ള 33 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ പോലെ കന്യകളാക്കി അല്ലാഹു തആല. കുല്ലമാ അതാഹുന്ന അസ്വാജുഹുന്ന വജദൂഹുന്ന അബ്കാറാ, ആ സ്വർഗത്തിന് അതാ അവരുടെ ഭർത്താക്കന്മാര് ആ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, സുബ്ഹാനല്ലാഹ് അബ്കാറാ, മുന്നോളം മങ്ങിലാവാത്ത കന്യകൾ എന്ന് പറയുന്ന ആ സ്ത്രീകളെ പോലെ ആക്കി. മങ്ങിലാവാത്ത ആ പെൺമക്കളെ പോലെ അല്ലാഹു ആക്കി. ഇത് കേട്ടപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹു വലിയ തമാശ കാട്ടിയാണ്. ആയിഷ അമ്മ കേട്ടു. ഫലമ്മാ സമിഅത് ആയിഷ റളിയല്ലാഹു അൻഹാ ദാലിക ഖാലത് ആയിഷ ഉമ്മ ജന്തു യാ വജആ, മുത്തുനബിയെ ചൊന്നതെല്ലാം കരട്ടെ, മങ്ങിലാവാത്ത കന്യകകൾ പോലെ ആക്കി എന്ന് ചൊല്ലുമ്പോ നമുക്ക് ഈ വിഷയത്തിൽ തെല്ല് പേടിയുണ്ടോ? അല്ലെ, തെല്ല് പേടിയുണ്ട്. എല്ലാ ടൈമിലും ഞങ്ങളെ മാപ്പിളമാർ ഞങ്ങളെ മുട്ടപറുമ്പോ ഒരു മങ്ങിലാവാത്ത പെണ്ണിനെ പോലെ ആകുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് നൈറ്റ് സന്തോഷമുണ്ട്. അതേപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പെൺമക്ക് അവിടെ ആ ഒരു കഷ്ട, ആ ഒരു പ്രയാസം, അല്ലാഹുവിന്റെ റസൂല് എല്ലാ ടൈമിലും ഈ കഷ്ടത അനുഭവിക്കണം. ആ ഫസ്റ്റ് മങ്ങിലാവാതെ ആ ഫസ്റ്റ് കന്യകളായ നിലക്ക് ഒരു ഭാര്യയും ഭർത്താക്കന്മാര് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ആ ഫസ്റ്റുള്ള കഷ്ട അതേപോലെ എപ്പോഴും ഇത് അനുഭവിക്കണം.
ഇത് ചെന്നപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ചിരിച്ചിട്ട് ഫഖാല അലൈഹിസ്സലാം ലൈസ ഹുനാക വജഅ ആയിഷ ആ ലോകത്ത് സ്വർഗത്തിൽ വേദനയില്ല, യാതനയില്ല, ഒരു കഷ്ടവും ഇല്ല. എല്ലാ സംവിധാനവും അള്ളാഹു എളുപ്പം ചെയ്തു തരും. പക്ഷേ ഓരോ സമയത്തും അവരുടെ ഭാര്യമാരത്തേക്ക് എത്തുമ്പോൾ അവർ കന്യകളെ പോലെയാണ്, മങ്ങിലാവാത്ത പെൺമക്കളെ പോലെ അള്ളാഹു ഉണ്ടാക്കും, സംവിധാനിച്ചു കൊടുക്കും. ഇതേപോലെ അള്ളാഹുത്ര വയസ്സായെന്ന് പിന്നെ ദുനിയാവിൽ ഒരു പെണ്ണുങ്ങൾ അള്ളാഹു ബാലക്കാറ്റാക്കി. എന്തുകൊണ്ടാ വയസ്സായെന്ന് പിന്നെ ദുനിയാവിൽ ഒരു പെണ്ണിനെ അള്ളാഹു ബാലക്കാറ്റാക്കി? ഏത് സ്ത്രീനെയാണ്? وقد فعل الله في الدنيا بزكريا عليه السلام. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പിഞ്ഞായിൻ അല്ലാഹു തആല എന്താക്കി? വയസ്സായ പിന്നെയാണ് ആ കന്യകളെ പോലെ അല്ലാഹു ആക്കി കൊടുത്തത്, അല്ലെ? പിന്നീടാണ് മക്കളായത്. കേട്ടല്ലേ? എനിക്ക് മക്കളുണ്ടാകുമോ? എനിക്ക് വയസ്സായി, എന്റെ എല്ലാം തീർന്നു പോയിനി, ഇനി എനിക്ക് മക്കളുണ്ടാകുമോ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പിന്നായി കേട്ടില്ലേ? അത് വീണ്ടും അല്ലാഹു തആലാക്കി കൊടുത്തു, കന്യകളെ പോലെ അല്ലാഹു തആലാക്കി കൊടുത്തു. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഫജഅൽനാഹുന്ന അബ്കാറാ, അവരെ രണ്ടാമതും ഞങ്ങൾ എന്താക്കി? സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു. എന്നിട്ട് ഫജഅൽനാഹുന്ന അബ്കാറാ, ആ സ്ത്രീകളെ ഞങ്ങളാക്കി അബ്കാറാ, മുന്നോട് മങ്ങിലാവാത്ത പെൺമക്കളെ പോലെ, കന്യകളെ പോലെ അല്ലാഹു തആല ആക്കി. ഉർബൻ അസ്റാബാ, ഉർബൻ സ്നേഹിക്കുന്ന, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന, പിരിസമാക്കുന്ന മതാ പെണ്ണുങ്ങളെ പോലെ അല്ലാഹു തആല ആക്കി. വഹിയ അൽ മുതഹബ്ബിബതു ഇലാ സൗജിഹാ, ഭർത്താക്കന്മാരെ പിരിസം വെക്കുന്ന, ഭർത്താക്കന്മാരെ ആ മറ്റുള്ള ഭാഗത്തിലേക്ക് നോക്കുന്ന തൊട്ട് നിയന്ത്രിക്കുന്ന, നല്ല പിരിസം വെക്കുന്ന പെണ്ണുങ്ങളെ പോലെ അല്ലാഹു ആക്കി. അസ്റാബാ, സമപ്രായക്കാരാക്കി. അന്ന് ഈ പെണ്ണും 33 വയസ്സാണ്. വകദാ അസ്വാജുഹുന്ന, അവരെ ഭർത്താക്കന്മാർക്ക് 33 വയസ്സാണ്. പിന്നെ വയസ്സ് കൂടാനില്ല. സ്വർഗത്തിലെ വയസ്സ്, സ്വർഗത്തിൽ കടന്നാൽ എല്ലാവരുടെയും വയസ്സ് 33 അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരു ഉമ്മ വന്നിട്ട് ഖാലത് അജൂസ ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹാ മിൻ ബനി ആമിർ, ബനു ആമിറിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കിളവിയായ ഒരു ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം, എന്നെ വന്ന് സ്വർഗ്ഗത്തിൽ കിടത്താൻ. ആയിഷ ഉമ്മ പറയുകയാണ്, ബനു ആമിർ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്നെ വന്ന് സ്വർഗത്തിൽ കടത്താൻ എനിക്ക് എന്താക്കണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആ ഹദീസിന്റെ ബാക്കി ഭാഗവും അതേപോലെ ദുനിയാവിന്റെ പെണ്ണുങ്ങളാണോ ഖൈറ്, അല്ല ഹൂറുൽ ഐനികളായ പെണ്ണുങ്ങളാണോ ഖൈറ് എന്ന് മുത്തുനബി പറഞ്ഞ ഒരു നീണ്ട ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത്. അത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد. أرحم الراحماയ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണം റഹ്മാനേ. പരിശുദ്ധമായ ജുമുഅ ദിവസമാണ് അല്ലാഹ്, മഗ്ഫിറത്തിന്റെ ദിവസം, മഗ്ഫിറത്തിന്റെ 10ന്റെ അവസാന ഭാഗത്തിലാണ് ഉള്ളത് അല്ലാഹ്. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ അഫ്വ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മവാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക്, കുടുംബക്കാർക്ക്, ഉസ്താദുമാർക്ക്, സ്നേഹിതന്മാർക്ക് നീ അഫ്വ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ അഹ്ലുകാരപ്പെടുത്തണം അല്ലാഹ്. ഈ ഖുർആൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പല നിലക്കും സഹായിച്ചവരുണ്ട് അല്ലാഹ്. പടച്ചവനെ, അവരെ നീ സഹായിക്കണേ റഹ്മാനേ. കിതാബ് തന്ന്, ബുക്ക് തന്ന് പല നിലക്കും സഹായിച്ച മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹ്. അവരെ പേരും എല്ലാം നീ അറിയുന്നവനാണ് റഹ്മാനേ. അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്ത് ചെയ്താലും
അവസാനത്തെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. അവസാനത്തെ ആഖിബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.